ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സുഗിയനാണ്. സുഗിയൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ സാധാരണ സുഗിയൻ്റെ പുറത്തേക്ക് കൊടുക്കുന്ന ബാറ്റർ മൈദ കൊണ്ടുള്ളതാണ്. അപ്പം അതിന് പകരമായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് പൊടി ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ചെറുപയറും ഒരുപാട് ഹെൽത്തിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സുഗിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ഞാൻ ചേർക്കുന്നില്ല, പകരം ഈ പപ്പടമാണ് ചേർക്കുന്നത്. അപ്പം ഈ പപ്പടവും ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അതുപോലെ തന്നെ 250 ഗ്രാം ചെറുപയറാണ്, ഇതും ഒന്ന് കുക്കറിൽ വേവാനായിട്ട് വെക്കാം. ചെറുപയറൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഈ കഴുകിയെടുത്ത ചെറുപയറിലേക്ക് ഇതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം സുഗിയനായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം പയർ വെന്ത് പോകും. ഇപ്പോൾ എനിക്ക് ഈ കുക്കറിലെന്ന് വെച്ചാൽ ഒരു 3 വിസിൽ അടിച്ചാലേ പയർ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് വേവാനായിട്ട് വെക്കാം. അപ്പം വെള്ളം വറ്റി അത് വെന്ത് വരണം. പിന്നെ പപ്പടമാണ്, പപ്പടത്തിലേക്കും വെള്ളം ഒഴിച്ച് വെക്കാം. പപ്പടം ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതും ആ ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുക്കർ അടച്ച് അടുപ്പിലേക്ക് വേഗം വെക്കാം. ഇനി ഈ സുഗിയനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുക്കാം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അളവിൽ പഞ്ചസാര. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട, കാരണം പപ്പടം ചേർക്കുന്നത് കൊണ്ട് ആ പപ്പടത്തിൻ്റെ ഒരു ഉപ്പുണ്ടാകും നമുക്ക് ചെറുതായിട്ട്. ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. അപ്പം വെള്ളം കുറച്ച് വേണം ഒഴിക്കാനായിട്ട്, കാരണം നമ്മുടെ ഈ പപ്പടത്തിലുള്ള ഈ വെള്ളവും കൂടി ഇതിലേക്ക് ആഡായി വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇപ്പം സാധാരണ ഒരു പഴംപൊരിയോ അല്ലെങ്കിൽ സുഗിയനോ ഒക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് ആ ഒരു പുറത്തെ ബാറ്ററിന് നല്ലതായിട്ട് പദം വരണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കുമ്പോഴാണ് അതങ്ങനെ വരുന്നത്. അപ്പം നമ്മുടെ വീടുകളിൽ എപ്പോഴും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഇതിപ്പം ഇതുപോലെ ഈ ഒരു വെള്ളത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇതെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ പപ്പടം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അതെല്ലാം നന്നായിട്ടൊന്ന് തരിയൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് മിക്സായി വരും. ഒന്ന് ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ പയർ ഞാൻ കുക്കറിൽ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളമില്ലാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ശർക്കര ഉരുകാനായിട്ട് വെക്കാം. ഇതൊരു 200 ഗ്രാം ശർക്കരയാണുള്ളത്. ഇതിലേക്ക് വെള്ളം കുറച്ചൊഴിച്ച് ഉരുകാനായിട്ട് വെക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഈ ശർക്കര ഉരുകാനായിട്ട്. ഇതിനെ അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ശർക്കര ഞാൻ ഇതുപോലെ തിക്കായിട്ട് ഉരുക്കിയെടുത്തിരിക്കുകയാണ്. നമ്മൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതോടൊപ്പം വറ്റിച്ചെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പയറിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും അത് വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ ഇനി ഈ പയറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ചളവിൽ ചേർത്താൽ മതി. ഇതിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഇളക്കിയെടുക്കാം. ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതെ കുറേശ്ശെയായിട്ട് വേണം അത് ഒഴിക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനിവിടെ ഒരു 4 ഏലക്ക കഴുകി ചതച്ചെടുത്താണ് ഇതുകൂടി ഇതിലേക്ക് ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അപ്പോൾ ആ ശർക്കരപ്പാനിയുടെ ചൂടുള്ളതുകൊണ്ടാണ് ഒരു അല്പം ആറി കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ അത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, എങ്കിലേ ആ തേങ്ങയും ശർക്കരയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടത്തുള്ളൂ. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലുള്ള ഉണ്ടകളാക്കി എടുക്കാം നമുക്ക്. ബാറ്ററൊക്കെ കലക്കി വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി അങ്ങനെ ഒരു ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നല്ലതാണ്. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കാം. ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരല്പം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സുഗിയൻ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഒരു വെള്ളച്ചുവ ഫീൽ ചെയ്യും.
അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 7 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിത് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും വലുതായിട്ട് വലിയ സുഖിയനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ബാറ്ററിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഞാൻ ചീനച്ചട്ടിയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററും ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് മുക്കി ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണ ചൂടായെന്ന് അറിയാനായിട്ട് ഒരു തുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയും പപ്പടവും ചേർത്തുണ്ടാക്കിയ സുഗിയൻ തയ്യാറായി കഴിഞ്ഞത്. വളരെ സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നോക്കിയേ, ഇതുപോലെ ഇത്രയ്ക്കും നല്ല സോഫ്റ്റാണ്. അതിൻ്റെ പുറം ഭാഗമൊക്കെ അകത്താണെങ്കിലും നമ്മൾ ആ ശർക്കരയൊക്കെ ഉരുക്കി ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.